ഓം നമഃ ശിവായ. ഇന്ന് മഹാശിവരാത്രി. ഞാൻ കുറേ നാളുകളായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. വീണ്ടും തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മഹാശിവരാത്രിയാണല്ലോ, അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ആകട്ടെ എന്ന് ഞാൻ കരുതി. ഇപ്പോൾ ഇത് താമ്രഭരണി ആറാണ്, അതായത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ താമ്രഭരണി ആറിന് കരയിൽ ഏകദേശം 3-4 കിലോമീറ്റർ ദൂരത്തിൽ 9 ശിവപാർവതി ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഈ നവകൈലാസ യാത്രയിൽ എന്നറിയപ്പെടുന്ന ആ യാത്രയിൽ നമുക്ക് ഈ 9 ശിവക്ഷേത്രങ്ങളും തൊഴുതു പോവുകയാണ് ചെയ്യുന്നത്. അതിൽ പെടുന്നതാണിത്. ഈ 9 ശിവക്ഷേത്രങ്ങൾ, അതായത് ശിവപാർവതി ക്ഷേത്രങ്ങളും 9 നവഗ്രഹങ്ങളിൽ 9 ഗ്രഹങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാപനാസത്താണ്. അവിടെ സൂര്യനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് ആദ്യത്തെ ക്ഷേത്രമാണ്. ഇനി അടുത്ത ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി, കേതു, രാഹു അങ്ങനെ പോകുന്നു. അപ്പോൾ അതെല്ലാം ഇന്ന് തൊഴുത് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം രാവിലെ തന്നെ ആവും. ഏകദേശം വെളുക്കായിരിക്കും നമ്മൾ തൊഴുത് ഇറങ്ങുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ യാത്രയിൽ നിങ്ങളെ ഓരോരുത്തരെയും എന്നോടൊപ്പം വിളിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി ഭഗവാനോടും ഭഗവതിയോടും പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ ജഗത്തിലുള്ള എല്ലാ സർവ്വ ജീവജാലങ്ങൾക്കും നല്ലത് ഭവിക്കട്ടെ, നല്ലത് വരട്ടെ, നമ്മുടെ ഭൂമിക്ക് നല്ലത് തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരെയും എന്നോടൊപ്പം ക്ഷണിക്കുന്നു. ജപകുസുമ സങ്കാശം കാശ്യപേയം മഹാദുതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. ഇത് പാപനാശ ക്ഷേത്രം. ഇവിടെ മഹാദേവൻ പാപനാശനാഥർ എന്നറിയപ്പെടുന്നു. നവഗ്രഹ ദോഷ പരിഹാരത്തിനായിട്ടാണ് ഭക്തർ ശിവരാത്രി ദിനം നവകൈലാസ യാത്ര നടത്തുന്നത്. പാപനാശ ക്ഷേത്രം ഇവിടെ നവഗ്രഹങ്ങളിൽ ആദ്യത്തേതും ശക്തനുമായ സൂര്യനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ നവകൈലാസ യാത്രയിലെ ഈ 9 ഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ 9 ക്ഷേത്രങ്ങളുടെ കഥ പുരാണ കഥകളിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതിനിടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആ കഥ ഇങ്ങനെയാവുന്നു. ഐതിഹ്യമനുസരിച്ച് ശിവൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹ സമയത്ത് മുനിമാർ കൈലാസ പർവ്വതത്തിൽ ഒത്തുകൂടാൻ തുടങ്ങി. ജനസഞ്ചയത്തെ തുടർന്ന് വടക്കൻ മേഖല താഴേക്കും തെക്കൻ മേഖല മുകളിലേക്ക് നീങ്ങുകയും അങ്ങനെ ഭൂമിയുടെ ഒരു ഭാഗം തന്നെ ചരിയാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ വടക്കൻ മേഖലയിൽ സാന്നിധ്യം കൊണ്ട മുനിമാരോളം തുല്യഭാരം അഗസ്ത്യാർ മുനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് തെക്കൻ മേഖലയിലേക്ക് പോയി ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദതിശങ്ക തുഷാരാഭം ക്ഷീരോധാരണവ സംഭവം നമാമി ശശിനം സോമം സംഭോർമുകുടഭൂഷണം. ഇത് ചേരൻ മഹാദേവി ക്ഷേത്രം, നമ്മുടെ നവകൈലാസ യാത്രയിലെ 2ാമത്തെ ക്ഷേത്രം. ഇവിടെ ചന്ദ്രനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പുരാതന തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന 18 സിദ്ധന്മാരിൽ ആദ്യത്തേതാണ് മഹാമുനിയായ അഗസ്ത്യാർ മുനി. അദ്ദേഹം താമ്രഭരണി നദിയുടെ ഉത്ഭവസ്ഥാനമായ പോതികൈ കുന്നുകളിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ബ്രഹ്മാവിൻ്റെ ചെറുമകനും അദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാന ശിഷ്യനുമായിരുന്ന ഉറവമാസ മഹർഷി അവിടെ എത്തുകയും ശിവൻ്റെ ദർശനം സാധ്യമാക്കാനും അതുവഴി മോക്ഷം നേടാനുമുള്ള മാർഗം നിർദ്ദേശിച്ചു തരുവാൻ അപേക്ഷിക്കുകയും അതുപ്രകാരം അഗസ്ത്യാമുനി 9 താമരപ്പൂക്കൾ താമ്രഭരണി ആറിൽ എറിയുകയും പൂക്കൾ തീരത്തെത്തുന്നിടത്ത് എല്ലാം 9 സ്വയംഭൂ ലിംഗങ്ങൾ ഉണ്ടാകുകയും അവിടെയെല്ലാം ശിവപാർവതി ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ഭഗവാനെ പൂജിക്കുവാൻ അരുളി ചെയ്യുകയാണെങ്കിൽ നിനക്ക് നിന്റെ മോക്ഷം സാധ്യമാകുമെന്ന് പറയുകയും അതിന് പ്രകാരം അദ്ദേഹം അതെല്ലാം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഈ നവകൈലാസ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. അതിലെ 2ാമത്തെ ക്ഷേത്രമാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഇവിടെയാണ് മഹാദേവർ ഉറവമാസ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഭഗവാൻ അമ്മേനാഥർ എന്നും അറിയപ്പെടുന്നു. നവകൈലാസ യാത്രയിൽ 9 ക്ഷേത്രങ്ങളുണ്ടല്ലോ. ഈ 9 ക്ഷേത്രങ്ങളും തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ പോലും ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമങ്ങളിലാണ്. പാപനാസത്ത് എത്തുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞ് 2ാമത് നമ്മൾ എത്തുന്ന ചേരൻ മഹാദേവി ക്ഷേത്രത്തിലാണ്.
അപ്പോൾ അവിടെ തൊഴുതിറങ്ങുമ്പോൾ ഏകദേശം ഉച്ചയാവും, 1-1:30 മണിയോടുകൂടിയാണ് ആ തൊഴുതിറങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കുന്നെങ്കിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കടയാണ് ഉടുപ്പി, അവിടെ ഊണ് കഴിക്കാം. ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അവിടെ ആ ഉടുപ്പി കടയുടെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് വേറൊരു കട കണ്ടത്. അത് പുതിയതായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്, സായി ആൻഡ് സായി എന്ന് പറഞ്ഞിട്ട്. ആ കടയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല വൃത്തി ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല വിലയും റീസണബിൾ ആയിരുന്നു, ചായയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് ഊണ് കഴിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇനി ഈ കൈലാസ യാത്രയിൽ വരുന്നവർക്ക് സായി ആൻഡ് സായി എവിടെയാണെന്ന് അന്വേഷിക്കുക, ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. ധരണീഗർഭ സംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ദം മംഗളം പ്രണമാമ്യകം. ഇത് അപ്പർ കൈലാസം, കുടകനല്ലൂർ കൈലാസനാഥ ക്ഷേത്രം, 3ാമത്തെ താമര വന്നു വീണ സ്ഥലം. ഇവിടെ ചൊവ്വാഗ്രഹത്തിനാണ് പ്രാധാന്യം. ശിവരാത്രി ദിനത്തിൽ ഇവിടെ വന്ന് ദർശനം നടത്തുന്നതിലൂടെ ചൊവ്വാഗ്രഹ ദോഷ പരിഹാരം സാധ്യമാകുന്നു എന്നൊരു വിശ്വാസം. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ അമ്പലത്തിൽ CD പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അഭിഷേകം എന്ന് പറയുന്ന ഞാൻ വന്ന സമയത്ത് ഇട്ടിരുന്ന ഭഗവാന്റെ ആ പാട്ട് എന്തോ വല്ലാത്തൊരു ആകർഷണമായിരുന്നു. അപ്പോൾ മുതൽ ആ CD എങ്ങനെയെങ്കിലും വാങ്ങണം, എവിടെ നിന്ന് കിട്ടുക എന്താണെന്ന് ഒരു പിടിയില്ല. അപ്പം ഞാൻ അവിടെ ഓഫീസിൽ കയറി പോറ്റിയോട് ചോദിച്ചു, എനിക്ക് ആ CD എവിടെ നിന്നാണ്, അതെങ്ങനെയാണ് മേടിച്ചത്. അത് ഞങ്ങൾ അങ്ങ് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ പോയി മേടിച്ചതാ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആ CD തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ പോറ്റി അകത്ത് കയറിപ്പോയി. അത് കഴിഞ്ഞ് എനിക്കൊന്ന് വല്ലാണ്ട് ഒത്തിരി വിഷമായിപ്പോയി. അത് കിട്ടണം തന്നെയായിരുന്നു. അങ്ങനെ ഞാനൊരു വാശിക്ക് അവിടെ തന്നെ അങ്ങ് കയറിയിരുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാൻ തിരുമേനിയും വന്നു. എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് തിരുമേനിയും വന്നപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു ഇതാ കാര്യം എന്ന് പറഞ്ഞപ്പോൾ, അതിനെന്താ അത് വാങ്ങിക്കോളൂ, അതിനെന്താ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ CD എനിക്കത് കിട്ടി. അതിനുള്ള പൈസ ഞാൻ കൊടുത്തായിരുന്നു. അങ്ങനെ ആ CD വാങ്ങി ഇറങ്ങി. അപ്പോൾ ആ അമ്പലം വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോൾ വന്നാൽ എനിക്കിതാണ് ഓർമ്മ വരുന്നത്. ഓം നമഃശിവായ. അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭ സംഭൂതം തം രാഹും പ്രണമാമ്യഹം. ഇത് നാടിൻ്റെ കൈലാസം കുന്നത്തൂർ എന്നറിയപ്പെടുന്ന സംഗനൂരിലാണ് 4ാമത്തെ പുഷ്പം വന്ന് നിലച്ചത്. ഇവിടെയുള്ള ക്ഷേത്രം രാഹുതലം അങ്ങനെ അറിയപ്പെടുന്നു. ശ്രീ ഗോദപരമേശ്വര ക്ഷേത്രത്തിലേക്കായിരുന്നു 4ാമത്തെ ദർശനം സാധ്യമായത്. രാഹുദോഷം മാറുന്നതിനായി ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്യുന്നു. കുന്നത്തൂരിലെ കൈലാസനാഥർ ക്ഷേത്രം കൊടകനല്ലൂരിലെ പോലെ മറ്റ് 7 ശ്രീകോവിലുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. ഇവിടെ ഭഗവാനെ കോടപരമേശ്വർ എന്നും വിളിക്കുന്നു. ഇവിടെയുള്ള ഭഗവാൻ രാഹുവിനെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെയുള്ള ലിംഗത്തിൽ ഒരു പാമ്പിൻ്റെ രൂപമുണ്ട്. കുന്നത്തൂർ നമുക്ക് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ്. പിന്നെ ഇവിടുത്തെ സമയം പറയുകയാണെങ്കിൽ സാധാരണ ദിവസങ്ങളിലെല്ലാം 7:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മുതൽ 6:30 വരെയാണ് ഈ ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ശനി വെള്ളി ദിവസങ്ങളാണ് പ്രത്യേക പൂജാ ദിവസങ്ങൾ. പക്ഷേ ഈ ശിവരാത്രി ആയത് കാരണം നട അടയ്ക്കാറില്ല. ഈ രാത്രിയും പകലും ഒക്കെ തുറന്നു തന്നെ ഇരിക്കും. ദേവാനാം ച ഋഷിനാം ച ഗുരു കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഇത് 5ാമത്തെ ക്ഷേത്രം, മുറപ്പനാട് കൈലാസനാഥർ കോവിൽ. ഇവിടെ ഭഗവാനെ ഗുരുവിൻ്റെ, അതായത്
വ്യാഴത്തിൻ്റെ രൂപത്തിലാണ് പൂജിക്കുന്നത്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഇത് ശ്രീ വൈകുണ്ഠം കൈലാസനാഥ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഗംഭീരവും മനോഹരവുമായ, മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നമ്മളിപ്പോൾ പോയ ക്ഷേത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരമായ ഒരു അമ്പലമാണിത്. വലിയ വിസ്തൃതി ആർജിച്ച ഒരു അമ്പലമാണിത്. തടിയിൽ തീർത്തതും മനോഹരമായി കൊത്തിയതുമായ ഭൂതനാഥൻ്റെ ശ്രീകോവിലാണ് ക്ഷേത്രത്തിലെ കൗതുകരമായ കാര്യങ്ങളിലൊന്ന്. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ കാര്യസ്ഥനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ. അതുകൊണ്ടാവാം ഒരു കാലത്ത് ക്ഷേത്രത്തിൻ്റെ താക്കോലുകൾ പൂജാരി അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സമ്പ്രദായം ഇല്ല. ക്ഷേത്രത്തിലെ പ്രധാന കാര്യവാഹകനായി അദ്ദേഹം ഇപ്പോഴും ക്ഷേത്രോത്സവങ്ങളിൽ മുൻഗണന നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭഗവാനെ ശനിദേവനായിട്ടാണ് ആരാധിക്കുന്നത്. ശനിദോഷ പരിഹാരത്തിനായിട്ട് ഭക്തജനങ്ങൾ അധികവും ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകാറുണ്ട്, പ്രത്യേകിച്ചും ശിവരാത്രി ദിനങ്ങളിൽ. പ്രിയങ്കു കലികാശ്യാമം രൂപേണാം പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഇത് 7ാമത്തെ താമരപ്പൂ വന്നു വീണ സ്ഥലം, തെൻ തിരുപ്പാറേ കൈലാസനാഥർ ടെമ്പിൾ. ഇവിടെ ബുധനാണ് പ്രാധാന്യം. ഈ അമ്പലത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ്, ഒരു രസകരമായ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ നവഗ്രഹങ്ങളാണ്. അതായത് നവഗ്രഹങ്ങളിൽ 9 ഗ്രഹങ്ങൾ, അവയിൽ ചിലത് സ്വന്തം വാഹനങ്ങൾക്ക് പകരം കുതിരരഥങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. സൂര്യനെ തൻ്റെ സാധാരണ 7 കുതിരകളുമായി കാണുമ്പോൾ ഗുരു, ശുക്രൻ എന്നിവ 8ലും ചന്ദ്രനായ 10 കുതിരകളുമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിന്നുള്ളതാണ്. ഒരിക്കൽ ഇവിടുത്തെ കളക്ടർ ഇവിടെ എത്തി ഇളനീർ തേങ്ങ ചോദിച്ചതായി പറയപ്പെടുന്നു. ഇളനീർ തേങ്ങ ഭഗവാനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്നും അത് നൽകുവാൻ കഴിയുകയില്ലെന്നും അത് ഭഗവാന് പൂജിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുകയാണെന്നും അറിയിച്ചു. പക്ഷേ അദ്ദേഹം അത് കേട്ട് കുപിതനായി തൻ്റെ തേങ്ങയ്ക്ക് എന്താടോ 3 കൊമ്പുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കളക്ടർ നിർബന്ധിച്ച് വളരെ സമ്മർദ്ദത്തിലും കുറ്റപ്പെടുത്തലിൻ്റെ ഭയത്തിലും ആ പാവപ്പെട്ട കർഷകൻ ഒടുവിൽ വിളഞ്ഞ തേങ്ങ നൽകി. കളക്ടർ തേങ്ങ എടുത്തപ്പോൾ അതിന് 3 കൊമ്പുകൾ ഉള്ളതായി കണ്ടു. ഉടനെ അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും ക്ഷേത്രത്തിലെത്തി പൂജകൾ നടത്തി നാളികേരം സമർപ്പിച്ചു എന്നൊക്കെയാണ് ഇവിടുത്തെ കഥ. ഇപ്പോഴും ദേവിയുടെ ശ്രീകോവിലിൽ നാളികേര പൂജ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പലാശപുഷ്പസങ്കാശം
താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. ഇത് രാജപതി 8ാമത്തെ ക്ഷേത്രവും കേതുവിൻ്റെ ക്ഷേത്രവും ആകുന്നു. ഇവിടെ ഭഗവാൻ സൗന്ദര്യ നായകി സമേത കൈലാസനാഥർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ക്ഷേത്രം വെള്ളപ്പൊക്കത്തിൽ താഴ്ന്നു പോയി എന്ന് പറയുന്നു. ആ താഴ്ന്നു പോയ സ്ഥലത്താണ് ഇപ്പോൾ പുതിയ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2-3 വർഷത്തിന് മുന്നേയൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഗോപുരങ്ങളുടെ ക്ഷേത്ര ഗോപുരങ്ങളുടെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ, അതായത് ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ലിംഗത്തിനടിയിലാണ് പഴയ ക്ഷേത്രം ഉള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും ആ ക്ഷേത്രം ഭൂമിക്കടിയിലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ പുതിയ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയും ഈ നവഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലിംഗരൂപത്തിലാണ്. അത് നമുക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും. ഹിമകുന്ദ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. അഗസ്ത്യ മുനി നൽകിയ 9ാമത്തെ താമരപ്പൂക്കൾ വന്ന് പതിഞ്ഞ സ്ഥലമാണിവിടെ. അവസാനത്തേതുമായ നവഗ്രഹ യാത്രയിൽ 9ാമത്തെയും അവസാനത്തേതുമായ ശുക്രനെ പ്രതിനിധീകരിക്കുന്ന അമ്പലമാണ് ചേർന്ന പൂമംഗലം. അതിൻ്റെ പേരിൽ തന്നെ അർത്ഥമുണ്ട്. അതായത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൂക്കളെല്ലാം അവസാനം ശേഖരിച്ച സ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ ഗ്രാമത്തിനും ഈ പേര് തന്നെയാണ്, ചേർന്ന പൂമംഗലം തന്നെയാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. ഇവിടുത്തെ ക്ഷേത്രഗോപുരങ്ങളിൽ നോക്കുമ്പോൾ ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും രൂപങ്ങൾ കാണാൻ കഴിയും. ഒപ്പം മറുവശത്ത് ബ്രഹ്മദേവൻ്റെയും ഒരു ആനയുടെ ചിത്രം അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൽ ദേവേന്ദ്രൻ അല്ലായിരുന്നു, ഭാര്യാസമേതനായി നിന്ന നമ്മുടെ കുബേരൻ്റെ ചിത്രമായിരുന്നു കാണാൻ കഴിഞ്ഞത്. അങ്ങനെ 9 ദിവ്യക്ഷേത്രങ്ങളും തൊഴുത് വളരെയധികം സന്തോഷത്തോടു കൂടി ആണ് വീട്ടിലേക്ക് മടങ്ങിയത്. എന്നോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തിയ എല്ലാ വ്യൂവേഴ്സിനും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഓം നമഃ ശിവായ.